ഹായ് എവരിവൺ, പുതിയൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീക്കിലി അനാലിസിസ് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യാറുണ്ട്. സോ ആ ലെവൽസുകൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ലെവൽസിന് വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ നെക്സ്റ്റ് വീക്കിലേക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീക്കിലി അനാലിസിസിലേക്ക് പോകാം. ഞാൻ ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ലോസ് ആണ് ബുക്ക് ചെയ്തത്, നിഫ്റ്റിയിൽ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇന്ന് എൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പം നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യുന്നത് ഫയേഴ്സ് എന്ന ബ്രോക്കറിലാണ്. സോ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽസുകളാണിത്. ആ ലെവൽസ് വെച്ച് നോക്കുമ്പം വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ 21,500-ൻ്റെയും അതുപോലെ തന്നെ 21,000-ൻ്റെയും ഇടയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,000 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഒരു വീക്കിലി അനാലിസിസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു മേജർ സപ്പോർട്ട് വരുന്നത് ഈ ഒരു റേഞ്ചാണെന്നും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഇത് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 49,000 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നായിരുന്നു ഓവറോൾ വീക്കിലി അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് ഈ 2 ലെവലിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഈ ഒരു ബേസ് ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ലെവലും കൂടെ ഈ ഒരു റേഞ്ചും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു അപ്പർ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 49,000 ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്കത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് ഗ്ലോബലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഇലക്ഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ US നിന്നുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് FISൻ്റെ ഒരു സെല്ലിംഗ് ആണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് FIS കണ്ടിന്യൂസ്ലി ഒരു ബൈ മോഡായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടായിരുന്നു ഓരോ ലെവലുകളും ബ്രേക്ക്, അതായത് മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ലെവലുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞത് FIS ഒരു ഓവർ ബൈയിങ് മോഡിലായി നിൽക്കുന്നുണ്ട്. ഇനി ഏത് നിമിഷവും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാം എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് 2-3 ദിവസമായിട്ട് നമുക്ക് കാണാൻ പറ്റി. മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ആദ്യമൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പം വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സെല്ലിംഗ് തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത്. നമുക്ക് ആ ഡാറ്റ ഒന്ന് നോക്കാം ആദ്യം. FISൻ്റെ ഭാഗത്തു നിന്ന് 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. 19-ാം തീയതി 600 കോടി, അതുപോലെ തന്നെ 20-ാം തീയതി 1,300 കോടിയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 21-ാം തീയതി 1,600 കോടി. ഇന്ന് അവർ 2,800 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെല്ലിംഗ് ഫിഗറാണത്. പക്ഷേ ഡൊമസ്റ്റിക് വളരെ നല്ല രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കീപ്പ് ബൈയിങ് ആണ് അവർ, 3-4 ദിവസമായിട്ട് കീപ്പ് ബൈയിങ് ആണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. സോ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും FISൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴാണ് ഇനിയൊരു, അതായത് അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കാം നമ്മൾ ഈ പറഞ്ഞ 21,500 എന്ന് പറയുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ്. അതുവരെ 21,500 ബ്രേക്ക് ചെയ്താലും അവിടെ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാനുള്ള അതായത് നമ്മളിപ്പം ഗ്യാപ്പ് അപ്പ്, അതായത് ഓരോ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് അവിടെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാറ്. അപ്പം ഒരിക്കലും, അതായത് മേജർ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ഗ്യാപ്പ് അപ്പ് തന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് 21,500 മേജർ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് തന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ സെല്ലിംഗ് നടത്തുന്നതായിട്ട് കാണാൻ പറ്റി. അന്ന് FIS ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം
ഇനി അങ്ങനെ മേജർ റെസിസ്റ്റൻസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു കണ്ടിന്യൂ റാലി ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ബൈങ് തന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക, FISൻ്റെ ഡാറ്റ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, അതുപോലെ തന്നെ DISൻ്റെ ഡാറ്റയും ഫോക്കസ് ചെയ്യുക. അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള FISനെ മേജറായിട്ട് നോക്കുമ്പോൾ FISനെ ബൈങ് വന്നതിന് ശേഷമേ മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സെല്ലിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. എനിക്കറിയാം FISൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് മോഡലാണ്, പക്ഷേ ഞാനൊരു ചാൻസ് എടുത്തതായിരുന്നു, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. നിഫ്റ്റിയിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായി. സോ ഈ ഡാറ്റ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ OA ഡാറ്റ നോക്കുകയാണെങ്കിൽ OA ഡാറ്റയിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. 21,500 മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 22,000 ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. 22,000 എന്ന ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് സ്ട്രോങ്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. 21,500 ബ്രേക്ക് ചെയ്ത് ഒരു FISൻ്റെ ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് വന്നതെങ്കിൽ, പ്രൈസ് ആക്ഷനും കൂടെ, അതായത് നമ്മുടെ ലെവൽസും കൂടെ അതാണ് പറഞ്ഞു തരുന്നതെങ്കിൽ 22,000 ലെവലിലേക്കുള്ള നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് നെക്സ്റ്റ് വീക്കിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചാൻസസ്, ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഓക്കെ, സോ അല്ലെങ്കിൽ പിന്നെ ഗ്ലോബലി പോസിറ്റീവായിട്ടുള്ള കണ്ടീഷനാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഗ്ലോബലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടെ വരുവാണെങ്കിൽ, FIS ഓൾറെഡി സെല്ലിംഗ് മോഡിലാണ്, ഗ്ലോബലി എന്തെങ്കിലും ഒരു ഇഷ്യൂവും കൂടെ വരുവാണെങ്കിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അഗെയിൻ നമുക്ക് മാർക്കറ്റിൽ കാണേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് വരുത്താനില്ല, ഈ ലെവൽസ് തന്നെ മതി. ഈ ലെവൽസിൻ്റെ ബ്രേക്ക് ഔട്ട് മാത്രം നോക്കിയാൽ മതി. നമുക്ക് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പം ഇതന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഈ ലെവൽ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ലെവൽ അപ്പർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ബ്രേക്ക് ഔട്ട് വേണം. ഈ ലോവർ ലെവലിലേക്ക് നല്ല മൂവ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നോക്കാം. ഈ ഒരു ലെവലിൽ 46,886 എന്ന് പറയുന്ന ആ ഒരു ലെവല്, അല്ലെങ്കിൽ 46,900 എന്ന് പറയുന്ന ആ ഒരു ലെവലിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷമായിരിക്കും ഒരു മേജറായിട്ടുള്ളൊരു സെല്ലിംഗ് വരാനുള്ള ചാൻസസ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റിയും നമുക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്താനുള്ള കാരണം നമ്മുടെ സോണിൻ്റെ ഉള്ളിൽ തന്നെയാണ്, റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു റേഞ്ചും കൂടി ആക്കിയിട്ട് പിടിക്കാം. അപ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് 21,600 600 21,583 അല്ലെങ്കിൽ 594 എന്ന് പറയുന്ന ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 22,000 എന്ന ലെവലിലേക്കുള്ളൊരു ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് വീക്കിലി വലിയ ചേഞ്ചസ് വരുത്താനുള്ള ഈ ലെവൽ തന്നെ നമുക്ക് ഇത് മേജറായിട്ടുള്ള ലെവലാണ്. അപ്പോൾ ഈ ലെവൽ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഡാറ്റ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് നമ്മൾ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ട്രേഡ് ഒന്ന് കാണിക്കാം. നമ്മുടെ ലെവൽസിൻ്റെ പെർഫോമൻസ് ആണ് ആദ്യം ഒന്ന് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നും വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമ്മുടെ ലെവൽസ് തന്നു. അപ്പം നമ്മുടെ ലെവൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നമ്മുടെ ലെവൽസിനെ അനാലിസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. നമ്മുടെ യൂട്യൂബിന് താഴെ, വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം ആളുകൾ നമ്മുടെ ആ ലെവൽസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ടാൽ മതി, ഒരു തംസപ്പോ ലൈക്കോ എന്തെങ്കിലും ആയിട്ടൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് ഫോക്കസ് ചെയ്തത് ഈ ഒരു പോയിൻ്റായിരുന്നു. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്നതാണോ, അതായത് ഒരു പാറ്റേൺസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പാറ്റേൺ ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മുടെ ആ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫോർമേഷൻ വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പം ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാമെന്നുള്ള, അതായത് കൺസോൾട്ടേഷൻ വരുവാണെങ്കിൽ ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ശക്തമായിട്ടുള്ള റിവേഴ്സൽ വന്നു. അതിനുശേഷം ഈ ഒരു കപ്പും കൂടെ, അതായത് കപ്പ് ആൻഡ് ഹാൻഡിലും കൂടെ ഫോം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടി. സോ അവിടെ ഞാൻ ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്തു. സ്റ്റോപ്പ് ലോസ് സോണിൻ്റെ തൊട്ട് മുകളിൽ വെച്ചു. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, രണ്ട് ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ സ്റ്റാർട്ടിങ്ങോട് കൂടി ഞാൻ എൻ്റെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു, അതൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് രാവിലെ. അപ്പം
ഇവിടെ നിന്നും മാർക്കറ്റ് ഒരു റിവേഴ്സൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലെവൽസിൽ കൃത്യമായി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എടുത്ത ട്രേഡ് ഇതായിരുന്നു. അതായത് ഇന്നലെയല്ല മെനിഞ്ഞാന്ന് സെല്ലേഴ്സ് ആക്റ്റീവായ, അതായത് മേജർ ഫാൾ സ്റ്റാർട്ട് ചെയ്ത ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ആ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ കാണാം. ആ കൺസോൾട്ടേഷനോട് കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാനിൽ ബ്രേക്ക് ഔട്ട് നടത്തി നമ്മുടെ ലെവലിൻ്റെ മുകളിൽ നെക്സ്റ്റ് ക്യാനിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഞാനൊരു കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ മാക്സിമം പിടിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ, ഫൈനൽ ടാർഗറ്റ് വരെ ഇവിടെ പിടിക്കാം. അത് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ എൻട്രി എടുത്തത്. പക്ഷേ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴോട്ട് വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തു, നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ലെവൽസിന് ചേഞ്ചസ് വരും. നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ലെവൽസ് വളരെ നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം വലിയ ചേഞ്ചസ് നമുക്ക് വരുത്താനില്ല. നമുക്ക് ഒന്നും കൂടെ ചെറിയൊരു കാര്യം ചെയ്യാനുള്ളത് ഈ ഒരു ലെവൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാമെന്നുള്ള, ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒന്നും അല്ല കിട്ടിയതെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒക്കെ ഓപ്പൺ ചെയ്ത് ഒരു അപ്സൈഡ് റാലി ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഒരു സോണിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും ആ ഒരു പ്ലാൻ. പിന്നെ നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താനുള്ളത് ഈ ഒരു ലെവലിലൊന്ന് ഇത് നല്ലൊരു ബൈ നടന്ന ക്യാനലാണ്. സോ നമുക്ക് ഇവിടേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ്, അതായത് ഈ ലെവൽ എങ്ങാനും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണിത്. മറ്റ് കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താനില്ല. സോ 21,500 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഈ ലെവൽ ബ്രേക്ക്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ തന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മേജറായിട്ടുള്ളൊരു അടുത്തൊരു സെല്ലിംഗ് വരാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിയാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും കൂടെ നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള നിഫ്റ്റിയുടെ ലെവൽസുകൾ. ഓക്കെ, അപ്പോൾ ഈ ലെവൽസുകൾ ഞാൻ എന്തിൻ്റെ ബേസിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റൊക്കെ വളരെ ഈസി ആയിട്ട്, ട്രേഡിങ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഡിസംബർ 31 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എത്രയും വേഗം തന്നെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കില്ലും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ല രീതിയിലൊരു ഫാളാണ് മാർക്കറ്റിൽ കാണാൻ പറ്റിയത്. ഓൾമോസ്റ്റ് 348 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ, അതായത് നിഫ്റ്റി നമ്മൾ പറഞ്ഞല്ലോ, നിഫ്റ്റി നമ്മൾ ഈ ഒരു മേജറായിട്ടുള്ള ഒരു സെല്ലിംഗ് ഏരിയ, അതായത് ഈ ഒരു സെല്ലിംഗ് ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സെല്ലിംഗ് ഏരിയയിലെ സമയത്ത് നമ്മളൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണല്ലോ ഒരു പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ആ സെല്ലിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അഗെയിൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാനുള്ളത് നമ്മുടെ FISൻ്റെ ഡാറ്റ. FIS നല്ല ബൈയിങ് മോഡിലേക്ക് വരുന്നുണ്ടോ. അപ്പോൾ മൺഡേയും കൂടെ ഒന്ന് നോക്കുക എന്താണ് കണ്ടീഷൻ അവിടെ, എന്നിട്ട് നമുക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റേതായ പ്ലാൻ. മൺഡേ നമുക്ക് എന്താണ്, മൺഡേ നമുക്ക് ട്രേഡിംഗ് അവധിയാണ്. അപ്പം ചൊവ്വാഴ്ച ബുധൻ ദിവസങ്ങളിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അത്തരം കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് അതുപോലെ തന്നെ ചേഞ്ചസ് വരുത്താനുണ്ടോ വെച്ചാൽ വലിയ ചേഞ്ചസ് നമുക്ക് വരുത്താനില്ല. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നമ്മുടെ ലെവൽസൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലെവലൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ലെവലാണ്. ഓക്കെ, വളരെ നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത് വളരെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു, ദെൻ റീടെസ്റ്റ് വന്നു, വീണ്ടും മാർക്കറ്റ് ഫാളായി. അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സെല്ലേഴ്സ് ആക്റ്റീവായ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഒരു റേഞ്ച് ഒന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരുപാട് ലെവലുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സിംഗിൾ ലൈനായിട്ട് വരച്ചത് തൊട്ട് ടാർഗറ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ 2 ലൈനുകൾ വന്നിട്ടുള്ളതൊരു സോണായിട്ടാണ് കാണേണ്ടത്. സോ ഓക്കെ, ഇത് മതി.
അപ്പോൾ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, സപ്പോർട്ട് ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണിത്. സോ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ അനലൈസ് ചെയ്യുക. സോ അതിനുശേഷം ഈ ലെവലുകളൊക്കെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഈ ലെവലുകൾ റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഒരുവിധം എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലെവൽസിൻ്റെ പെർഫോമൻസ്. ഒരിക്കലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ലെവൽസ് പ്ലോട്ട് ചെയ്യുന്നത് അതിന് മുന്നേ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കാം. ചിലപ്പം ഒരാഴ്ച മുന്നേ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നല്ല റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെവൽസുകളൊക്കെ ഫോളോ ചെയ്യുക. ഈ ലെവൽസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, ഡിസംബർ 31 ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പിന്നെ പറയേണ്ടതായിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങളെ കാണിക്കുന്നതാണ്. വളരെ നല്ല ശക്തമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റുകൾ ഇന്നും അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. സോ കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.